എറണാകുളം ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. തുടർന്ന് പ്രതിയെ ചോറ്റാനിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഗുരുതരമായി പരിക്കേറ്റ 19-കാരി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതിൻ അമ്പുഞ്ഞി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത അവസ്ഥയാണല്ലോ ആ 19-കാരിയുടെ, പറയൂ. ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പെൺകുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം 19-കാരി അനൂപിന്റെ ആക്രമണത്തിനിരയായ 19-കാരി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരുന്നുകളോട് കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുന്ന വിവരം. തലച്ചോറിന്റെ പ്രവർത്തനം അത് പകുതിയും നിലച്ചൊരു സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ സാഹചര്യം ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. എന്തായാലും പെൺകുട്ടി വേണ്ട ചികിത്സ അത് കൃത്യമായി തന്നെ ഡോക്ടേഴ്സ് നൽകുന്നുണ്ട്. നമുക്കറിയാം പെൺകുട്ടി അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായത്. ഇന്നലെ പ്രതി അതുമായി ബന്ധപ്പെട്ട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഈ നിലയിൽ മോശമാകാൻ കാരണമായത്. പെൺകുട്ടിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം പകുതിയിൽ നിലക്കാൻ കാരണം ഷാൾ കൊണ്ട് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനുശേഷം പ്രതി ഷാൾ കത്തികൊണ്ട് മുറിച്ച് പിന്നീട് പെൺകുട്ടിയെ നിലത്ത് കിടത്തി. പിന്നീട് കൈകൊണ്ട് വായും മുഖവും പൊത്തിപ്പിടിച്ചത് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി അത് മോശമാക്കാൻ കാരണമായി. എന്തായാലും പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുമ്പോൾ വലിയ ആശങ്ക തന്നെയാണ് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഉയരുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതിയുമായി കൂടുതൽ വിശദാംശങ്ങൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. ബലാത്സംഗം, അതോടൊപ്പം വധശ്രമം, കൂടാതെ വീട് അതിക്രമിച്ച് കയറിയുള്ള മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. ഏതാണ്ട് 10 മണിയോട് തന്നെ ചോറ്റാനിക്കരയിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ശനിയാഴ്ച രാത്രി 11 മണിയോടെ നടന്നത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയ പ്രതി അനൂപുമായി തർക്കത്തിലേർപ്പെട്ടു. അതിനുശേഷമാണ് ഈ നിലയിൽ ഒരു ക്രൂരമായ ആക്രമണം പ്രതിയുടെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും പെൺകുട്ടി ഇപ്പോൾ ജീവിതത്തിലേക്ക് മല്ലിടുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് തുടരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എസ് കെ നിതിൻ അമ്പുഞ്ഞനാണ് വിവരങ്ങൾ നൽകിയത്.